റഹബർ ഇൻസ്റ്റിറ്റ്യൂട്ടും ആസ്പെറി ഇൻ്റർനാഷണലും സംയുക്തമായിക്കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് പോസ്റ്റ് കോവിഡ് ജോബ് മാർക്കറ്റ് സ്കിൽസിൽ കരിയർ വെബിനാർ സംഘടിപ്പിച്ചു. ഈ കരിയർ വെബിനാറിൽ പ്രശസ്ത ട്രെയിനർ യാസർ എല്ലാത്തൊടി ക്ലാസ് നയിച്ചു. ഇതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവരും ഈ ഒരു പരിപാടിയിലേക്ക് മറ്റ് പരിപാടികളെ വ്യത്യസ്തമായി ഈ ഒരു ടോപ്പിക്കിലുള്ള പരിപാടി നേരത്തെ ഓസ്ട്രേലിയ ഇന്റർനാഷണലും ഒരു പരിപാടി ചെയ്തിരുന്നു 2 മാസം മുന്നേ. ആ സമയത്തും ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഇന്നും ഒരു 200+ ആളുകൾ ഇപ്പൊ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരു പക്ഷേ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a huge uncertainty. Everywhere there is uncertainty and for everyone there is uncertainty. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ ആരുടെ മുമ്പിലുമില്ല. എസ്പെഷ്യലി ഇപ്പൊ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരിൽ മെജോറിറ്റി ഒക്കെ യങ്സ്റ്റേഴ്സ്, വളരെ യങ്സ്റ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10th ക്ലാസ് പാസ് ഔട്ട്സ്, +2 സ്റ്റുഡൻസ്, വെരി ഫ്യൂ ആണ് ഡിഗ്രി കഴിഞ്ഞവരും അതുപോലെ തന്നെ PhD ചെയ്തവരൊക്കെ ഇതിലുള്ളത്. വളരെ ഫ്യൂ. നമ്മളൊരു ഫീഡ്ബാക്ക് ഫോം ഇതിന്റെ ഓർഗനൈസേഴ്സ് ചെയ്തിരുന്നു തോന്നുന്നുണ്ട് അതിന്റെ ഡാറ്റ കളക്ഷനിൽ. അപ്പൊ അത് മനസ്സിലാക്കിയത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ആളുകളാണ്, ഡിഗ്രി ഡൂയിങ് ഓർ ജസ്റ്റ് ഡിഗ്രി റീസെന്റ് ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ആണ് ഇതിലുള്ള ഒരു ഒട്ടുമിക്ക സ്റ്റുഡൻസും ഒട്ടുമിക്ക അറ്റൻഡീസും. ആ അർത്ഥത്തിൽ ആയിരിക്കും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അജണ്ട പോവുക. അവരെ ആയിരിക്കും ഇത് മോസ്റ്റ്ലി അഡ്രസ് ചെയ്യാം. സ്റ്റിൽ ഇറ്റ് വിൽ ട്രൈ ടു അഡ്രസ് അതർ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഓൾസോ. ഓക്കെ. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരുപാട് ജോബ് ലോസസ് അക്രോസ് ദി ഗ്ലോബ് സംഭവിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ, ഞാൻ ജീവിക്കുന്ന ഖത്തറിലാണ് ഞാനുള്ളത്, ഖത്തറിലടക്കമുള്ള GCC കൺട്രികളിൽ നിന്ന് കേരളത്തിലേക്ക് മാത്രം വന്നു കഴിഞ്ഞു. അവർ തന്നെ ഒരു ബാധ്യതയായി കേരളക്കാരെ കാണാൻ തുടങ്ങി കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പോയിട്ട് എന്ത് എന്നൊരു അൺസർട്ടനിറ്റി കാരണം പോകാതിരിക്കുന്നവരാണ് വന്നതിനേക്കാൾ കൂടുതൽ എന്നുള്ളതും മറ്റൊരു സിനാരിയോ ആണ്. ഇതൊക്കെ ഈ ഒരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഡ്യൂറിങ് കോവിഡ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെന്റ് ആണ്. അതിനോട് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ലോകം തന്നെ യഥാർത്ഥത്തിൽ ഒരു എക്കണോമിക് റിസഷനിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വെൽ ഇൻ അഡ്വാൻസ് കോവിഡ്. പെട്ടെന്നാണ് കൊറോണ വൈറസ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തത്. അതോടുകൂടി അതിൻ്റെ ഒരു പതനം വളരെ പെട്ടെന്നായി എന്നുള്ളതാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സിനാരിയോ. അതുപോലെ തന്നെ ഈ ജോബ് മാർക്കറ്റിന്റെ ഒരു മൊത്തം ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു എക്കണോമിക് റിസഷൻ കൊണ്ട് മാത്രമല്ല, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ബയോ ഇൻഫർമാറ്റിക്സ്, ഡാറ്റ സയൻസ്, ബിഗ് ഡാറ്റ, അതുപോലെ തന്നെ ഇതുപോലത്തെയുള്ള പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും പുതിയ നോളജും പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളും നമുക്ക് ഒരു ജോബ് മാർക്കറ്റിന്റെ ഒരുപാട് ഡിഫറെന്റ് അൺസർട്ടനിറ്റീസ്, ടെർബുലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള കുറെ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിലെ ചാരായം നിരോധം എന്ന് പറയുന്ന ഒരു സംഭവം ആന്റണി ഗവൺമെന്റിന്റെ കാലത്താണ് തോന്നുന്നുണ്ട് ചെയ്തിരുന്നു. ആ സമയത്ത് പിന്നെ വലിയൊരു ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാല്, പിന്നെ ചാരായം നിരോധിച്ചു കഴിഞ്ഞാൽ ചാരായം വാറ്റി അത് കച്ചവടം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാറ്റു തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്നതായിരുന്നു വലിയൊരു ചർച്ച. പക്ഷെ കേരളം അതിനെ സക്സസ്ഫുള്ളി ഓവർകം ചെയ്തു. ഞാൻ പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. ഇതിപ്പോ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല, ഇതൊരു ടെക്നോളജിയുടെ റീസൺ ആയിട്ട് വന്നതും അതുപോലെ തന്നെ ഒരു പാൻഡമിക്കിന്റെ
ആഫ്റ്റർ മാസ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോഴും പക്ഷേ ഈ ഒരു കേസ് എന്ന് വെച്ചാല് ജോബ് മാർക്കറ്റ് ലാൻഡ്സ്കേപ്പ് ഇസ് സിവിയർലി എഫക്റ്റഡ്. ഇതിൽ വലിയൊരു വിഷയം എന്താന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്തിരുന്ന ആളുകൾക്ക് അവർക്ക് പുതിയ ജോലികൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ നിലവിലുള്ള ജോലികൾ തന്നെ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പിക്ചർ ഇറ്റ്സ് ടെല്ലിങ് എവറി ട്രൂത്ത് ഓഫ് ദാറ്റ്. എന്താന്ന് വെച്ചാൽ പിന്നെ ക്യാമറമാനും അതുപോലെ തന്നെ പൈലറ്റിനും രണ്ടുപേർക്കും ജോലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ക്യാമറാമാനാണ്. നമ്മളെല്ലായിടത്തും മോർ ദാൻ 1 ക്യാമറ ഒരു ഫോണിൽ തന്നെ ഉള്ളൊരു കാലഘട്ടമാണ്. അത്രമാത്രം ക്യാമറ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. യാഷിക, കോണിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളൊക്കെ ഒരു പക്ഷേ നമ്മുടെ അനുജന്മാർക്ക് തന്നെയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അല്ലെ, അവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പോലും നമുക്കറിയാത്ത വിധം അത് ഒബ്സൊലീറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ ഓഫ് ജോബ്സ് ആർ ഗോയിങ് ടു ബി ഡിസപ്പിയറിങ്. ഇത് ഒരുപാട് ജോലികൾ നഷ്ടപ്പെടും. ഞാൻ അതിന് ലിസ്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല, പക്ഷേ ദിസ് ഈസ് ദ സിനാരിയോ. അതുപോലെ തന്നെ അത് ഒരു വശമാണ്. ഇതിന്റെ മറുവശം എന്താന്ന് വെച്ചാൽ, there are hundreds and thousands of new jobs are going to emerge. ഡാറ്റ സയൻസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും അതുപോലെ തന്നെ മറ്റൊരുപാട് സാധ്യതകളും പുതിയ സാധ്യതകൾ യഥാർത്ഥത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ കാണേണ്ടത്. അതിനെ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. അതില് നമ്മൾ എങ്ങനെ നമ്മളെ കോമ്പീറ്റന്റ് ആയി നിലനിർത്തും എന്നതാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഇതില് ഫ്രഷേഴ്സ് ആയ ആളുകൾ എന്നുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഫ്രഷേഴ്സിന് നേരത്തെ കഴിഞ്ഞ ഒരു 5 വർഷമോ 10 വർഷമോ മുന്നേ ഉണ്ടായിരുന്ന 2010 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 2000 ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ചാലഞ്ച് അല്ല ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വലിയൊരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, പിന്നെ ജോബ് ലൂസ് ചെയ്ത ആളുകളുണ്ട്. ഇപ്പൊ ജോബ് മിസ്സായ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ, അവർ നല്ല സാലറിക്ക് ജോലി ചെയ്യുന്നവരായിരുന്നു. ദേ ആർ ഗോയിങ് ടു ടേക്ക് അപ്പ് യുവർ ജോബ്സ്. നിങ്ങളുടെ ജോലികൾ അവർ തന്നെ ബാർഗെയിനിങ് ചെയ്തിട്ട് വാങ്ങാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന, ഫ്രഷേഴ്സിന് കിട്ടാവുന്ന ജോലികൾ തന്നെ ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുകയും ചെറിയ സാലറിക്ക് അവരുടെ പഴയ നല്ല വലിയ സാലറി ഫോർഗെറ്റ് ചെയ്തുകൊണ്ട് അവര് ഇതില് വരാൻ പോകും. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സിനാരിയോയുടെ ഏറ്റവും ഫസ്റ്റ് ചാലഞ്ച് ഇതാണ്. ഇതിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരേണ്ട സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഈ സ്കിൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ ജോബ് റിക്വയർമെന്റ്, എന്തെല്ലാം ജോബ്സ് ആണ് എവിടെല്ലാം ഉള്ളത് എന്നുള്ളതൊക്കെ ഒരു യൂണിവേഴ്സൽ ആയ ഒരു സംഗതി അല്ല യഥാർത്ഥത്തിൽ. അത് റീജിയൻ സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ടൈം സ്പെസിഫിക്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ ഒരു വെബിനാറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ആഫ്റ്റർ ലൈക്ക് 1 or 2 years that may not be that much relevant as it is relevant to us now. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ ഡൈനാമിക്സത്തെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഏത് റീജിയനിലേക്കാണോ നിങ്ങളെ ജോബില് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ജോബ് ഡൈനാമിക്സത്തെ കണ്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ ജോബിലേക്ക് പോകാൻ എന്നാണ് എനിക്ക്. ജോബ് ഫിക്സ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ്സ് നിങ്ങൾ അക്വയർ ചെയ്യാനും എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ ഈ ഒരു ഡാറ്റ കളക്ഷനിൽ നോട്ട് ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ചാല്, നല്ല ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകള് ദേ ആർ സെയിങ് ദാറ്റ് ദേ പ്രിഫർ ടു വർക്ക് ഇൻ കേരള. എനിക്ക് തോന്നുന്നു ഒരു 40 to 60% ആളുകളും പറഞ്ഞിട്ടുള്ളത് പിന്നെ അവര് ദേ വാണ്ട് ടു വർക്ക് ഇൻ കേരള എന്നാണ്. ഇത് ഞാൻ അതിന്റെ ഓർഗനൈസേഴ്സിനോട് പറഞ്ഞു, ഒരു പക്ഷേ ഈ കൊറോണ വൈറസ് വരുന്നതിന്റെ ഒരു 2 മാസം മുന്നേ, ഫോർ എക്സാമ്പിൾ ഇൻ ഒക്ടോബർ 2019 ഈ സർവേ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ റിസൾട്ട് ആയിരിക്കും ഓവർസീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു പ്രദേശമായിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക.
അപ്പോൾ ഒരു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഫീലിംഗിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പൊ കേരള അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇനി ഒരു 2 മാസം കഴിഞ്ഞാൽ അങ്ങനെ ആവാതിരിക്കട്ടെ, കേരളത്തിലെ കോവിഡ് സിനാരിയോ കുറെ കൂടി അൺസേഫ് അല്ലെങ്കിൽ കുറച്ചുകൂടി വൾണറബിൾ ആയ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ റെസ്പോണ്ട് ചെയ്ത ആളുകളെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ എന്നതിന് പകരം വേറെ എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഈ ഡൈനാമിസം, ഈ ജോബ് റിക്വയർമെന്റിന്റെയും ജോബ് ഡിമാൻഡിന്റെയും ഒക്കെ ഡൈനാമിസം പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് ആൻഡ് ഇറ്റ്സ് വെരി വെരി volatile from time to time, from month to month, from scenario to scenario ഇത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യണം. നമ്മൾ എപ്പോഴും എവറി ടൈം യു വിൽ ബി എക്വിപ്പിംഗ് യുവർ സെൽഫ്. അത് നെക്സ്റ്റ് ഇയറിൽ ഞാൻ എന്ത് സോർട്ട് ഓഫ് ചേഞ്ചസ് ഷുഡ് ഡു ടു stay in my job, to sustain in the present job, or to go for the future job എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ബേസിക് ആയിട്ടുള്ള ഡ്രൈവ്, ജോബ് റേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊന്നെന്താ വെച്ചാല് നമ്മൾ വേറെ ആളുകൾ പറയുന്നത് അനുസരിച്ച് ആവരുത് പ്രൈമറിലി അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മളുടെ കരിയർ ഡിസൈൻ, നമ്മളുടെ ജോബ് പ്രോസ്പെക്ട്സ്, ജോബ് ആസ്പിറേഷൻസ്. മറിച്ച് നമ്മളുടെ സ്കില്ലുകളെ, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ ക്വാളിറ്റി, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് അതിനെ നമ്മൾ തന്നെ ഓൺ ചെയ്യുകയും നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മളിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി ആണ് ഉണ്ടാവേണ്ടത്. ഞാൻ അവോയ്ഡ് മച്ച് ഓൺ ദി കരിയർ അഡ്വൈസേഴ്സ് എന്ന് പറയുമ്പോൾ തീരെ അപ്രോച്ച് ചെയ്യരുത് എന്നല്ല, പക്ഷേ you should have your own vision about you, your own design about your own career, your own future. അതില് അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവരെ കൊളാബറേറ്റ് ചെയ്യിപ്പിക്കുക, അവരെ പാർട്ട്ണർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അത് എത്ര യങ്സ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ എപ്പോഴും യു ഷുഡ് ബി ഓപ്പൺ ടു ദി മാർക്കറ്റ്. അപ്പോൾ നോക്കിക്കൊണ്ടേയിരിക്കണം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, അൺകോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ഫേംസിനും ദർ ഇസ് നോ ചാൻസ് ഓഫ് സർവൈവൽ ഇൻ ടേംസ് ഓഫ് ജോബ്സ്, ഇൻ ടേംസ് ഓഫ് കോമ്പറ്റീറ്റീവ്നെസ്, ഇൻ ടേംസ് ഓഫ് സക്സസ് ഇൻ ജോബ് ആൻഡ് ബിസിനസ് ഇൻഡസ്ട്രീസ് ആൻഡ് മാർക്കറ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എപ്പോഴും നമ്മൾ സ്ട്രാറ്റജി സക്സസ്സിൽ പറയുന്ന ഉദാഹരണമാണ് നോക്കിയയുടെ ഉദാഹരണം. നോക്കിയ മൊബൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോക്കിയ ആയിരുന്നു. ആ നോക്കിയ vanished in a very flash of time when Samsung came with smart keyboard. സ്മാർട്ട് കീബോർഡ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയയുടെ ടെക്നിക്കൽ ടീമിന് അറിയാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ മാർക്കറ്റിൽ നിന്നും സ്വീപ്പ് ഔട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് സർവൈവ് ചെയ്യണോ, യു ഷുഡ് ബി കോമ്പറ്റേറ്റീവ്, not only in job but also in business. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ചാറ്റ് ബോക്സിൽ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല അതർ ദാൻ ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, നൗ യു ക്യാൻ സ്റ്റോപ്പ് ടൈപ്പിംഗ് വാട്ട്സ് ക്വാളിഫിക്കേഷൻസ് ഡു യു ഹാവ്. ഓക്കെ, വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. സി, ഇപ്പൊ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റെവല്യൂഷൻ. ഇന്ത്യ ഈസ് നമ്പർ 1 ഗ്ലോബലി ഇൻ ടേംസ് ഓഫ് ഡിജിറ്റൽ റെവല്യൂഷൻ. 2018 ഒരു കണക്ക് നോക്കൂ, 12.3 billion applications downloaded in India, 1.17 billion wireless phone subscribers, 560 million internet subscribers, 554 million 35 crore smartphone devices, users engaged in social media almost 330 crore people. ഇതൊക്കെ 2018 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ 2020 വരുമ്പോൾ ഇതിന്റെ ഓൾമോസ്റ്റ് ഒരു 2/3 ഇനിയും കൂടിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഏരിയ എന്ന് പറയുന്നത് വലിയൊരു റെവല്യൂഷണറി ഏരിയ ആണ്. അതിൽ നിങ്ങൾക്ക്
ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ 3 ഏരിയാസ് ആണ് അതിലുള്ളത്. മീൻസ് ഒരു മിനിറ്റ്, ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഡിജിറ്റൽ ഹെൽത്ത് കെയർ, ഡിജിറ്റൽ റീറ്റെയിൽ. ഡിജിറ്റൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വരെ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു എന്ന് വരാം. അഗ്രികൾച്ചറിൽ പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ടാകും ഇവിടെ. അവർക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ lot of areas are there where you have a lot of opportunities in terms of agriculture. See, lenders, അതുപോലെ തന്നെ ബാങ്ക്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, അഡ്വൈസറി ഫേംസ്, സപ്ലൈസ്, അതിലെ അഗ്രികൾച്ചർ സപ്ലൈസിന്റെ കൺസ്യൂമബിൾ സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ട്രാക്ടർ പോലത്തെ, അതുപോലെ തന്നെ ട്രാക്ടർ ഒരു പക്ഷേ എടുത്തു പോയേക്കാം, അതിന്റെ ആവശ്യം തന്നെ വരാതിരിക്കാം. അതുപോലത്തെ ബയേഴ്സ്, ഫാം പ്രൊഡ്യൂസിന്റെ ബയേഴ്സ്, ഇവരുടെ ഒക്കെ ഓരോ ഓപ്പറേഷൻസിലും there is going to be a lot of digital interactions, digital interventions. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോന്നും നിങ്ങളിപ്പോ ഇതിൽ ഒരു ഏരിയ തിരഞ്ഞെടുത്താൽ മതി. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഫിനാൻസിങ് ആൻഡ് റിസ്ക് മിറ്റിഗേഷൻ, പ്ലാനിങ് ആൻഡ് പ്രീ പ്ലാന്റിങ് ആൻഡ് ഇൻ സീസൺ കാർ, ഹാർവെസ്റ്റിംഗ്, സെല്ലിംഗ്, ഇവിടെയൊക്കെ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ദുബായിലാണുള്ളത്. അദ്ദേഹം മൾട്ടി ലെയർ ഫാമിങ്ങും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, നമ്മളൊക്കെ മണ്ണ് കാണാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൽ നിന്നും മാറി മണ്ണ്, ഒരു തരി പോലും മണ്ണ് പിന്നെ ഭൂമിയിൽ തൊടാതെ കൃഷി ചെയ്യാൻ ധാരാളം വലിയ പിന്നെ ഇൻഡസ്ട്രിയൽ ലൈക്ക് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അഗ്രികൾച്ചറൽ ടൈപ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ. അപ്പൊ ഈ പോസ്റ്റ് കോവിഡ് സിനാരിയോയില് ഏറ്റവും അധികം ഒരു ക്വിക്കായിട്ട്, ഒരു പക്ഷെ അത് എത്ര സസ്റ്റെയിൻ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു പക്ഷെ ഒരു അനദർ പാൻഡമിക് വരികയാണെങ്കിൽ അത് റിയലി ഇറ്റ് വിൽ സസ്റ്റെയിൻ. ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി മച്ച് ബൂമിങ് സെക്ടർ. അത് ഹെൽത്ത് കെയർ ഡോക്ടേഴ്സ് മാത്രമല്ല, നഴ്സസ് മാത്രമല്ല, പാരാമെഡിക്കൽസ് മാത്രമല്ല, അതിന്റെ എല്ലാ അലൈഡ് സർവീസസും, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്, അതിന്റെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ സപ്ലിമെന്ററി ഓപ്പറേഷൻസ്, ഇങ്ങനെ ലോട്ട് ഓഫ് ഫീൽഡ്സ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ. ഇപ്പോ ഞാൻ പറഞ്ഞ ഇവിടെ നമ്മളെ വീഡിയോയിൽ കാണിച്ചു കണക്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്ഥാപനമാണ് കൊച്ചിയിലുള്ള. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് റിക്വയർമെന്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് കൺട്രീസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈസ് ടുവാർഡ്സ് നഴ്സ് റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ റിക്വയർമെന്റ്സ് ആണ്. ഇതില് കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലൈറ്റ് ആസ് സൂൺ ആസ് ദ ഫ്ലൈറ്റ്സ് ആർ ഫ്ലൈറ്റ് മൂവിങ് ചെയ്യുന്ന മുറക്ക് അവർക്ക് പോകാൻ ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് പെർമിഷൻ, സ്പെഷ്യൽ പെർമിഷൻ എടുത്തു കൊടുത്തിട്ടാണ് ഗവൺമെന്റുകളൊക്കെ അവർ കൊണ്ടുവരുന്നത്. ഈ അടുത്ത വായിച്ച ഒരു ഇത് അനുസരിച്ച് യൂറോപ്പിലും US-ലും ഇതുപോലെ തന്നെ നമ്പർ ഓഫ് opportunities are going to come for healthcare professionals. ഇപ്പൊ അതിന്റെ ഡിജിറ്റൽ, അതാണ് നമ്മളുടെ ഒരു ഏരിയ. ഇപ്പോ ആ ഹെൽത്ത് കെയർ തന്നെ ഒരു ഡോക്ടർക്ക് പണ്ടത്തെ പോലെ ഒരു കടലാസിൽ ചീട്ട് എഴുതി കൊടുത്തിട്ട് മരുന്ന് എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിക്ക് അപ്പുറം ഇതിനെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജിയെ അതിൽ എംബെഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിസിഷ്യൻ, കൾച്ചർ ഓഫ് ഫിസിഷ്യൻ, പ്രിസ്ക്രിപ്ഷൻ, ഡയഗ്നോസിസ്, ഇതാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇനി ഒരുപക്ഷെ ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് പോലും ഇല്ലാതെ ഡോക്ടർ നേരിട്ട് രോഗിയെ കാണാത്ത വിധം കോവിഡ് സിനാരിയോസിൽ അതല്ല വന്നത്. ഡോക്ടേഴ്സ് അവരെ ഫോൺ വിളിച്ചുകൊണ്ടും ടെലിമെഡിസിൻ വീഡിയോയിൽ നോക്കിക്കൊണ്ടും ഒക്കെ കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മെഡിസിൻ ഒക്കെ ബൈ കൊറിയർ ഓർ സം അതർ മീൻസ് ഓഫ് ഡെലിവറി, ഇപ്പൊ ആമസോൺ പോലത്തെ അല്ലെങ്കിൽ മറ്റ് അലിബാബ അതുപോലത്തെ മറ്റ് ഡോർ ഡെലിവറി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ മരുന്ന് ഡിസ്ട്രിബ്യൂഷൻസ് വരെ വരുന്നത്. അത് ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ റീറ്റെയിൽ, ഡിജിറ്റൽ റീറ്റെയിൽ എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ നമ്മള് ഒരു വെളിച്ചെണ്ണ സോപ്പോ വാങ്ങണമെങ്കിൽ നമ്മൾ അങ്ങാടിയിലുള്ള ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരുന്ന രീതിയിൽ നിന്ന് മാറി അത് വളരെ പെട്ടെന്ന് ഇതെല്ലാം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട്
ഫിംഗർ ടിപ്പിൽ മൊബൈലിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സാധനം വീട്ടിലെത്തുന്ന രീതി വന്നു. പക്ഷെ അപ്പൊ അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മളെ എക്യുപ്പൈ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പ് പൂട്ടിയാൽ പോലും നമുക്ക് ഈ ഒരു ഓപ്പറേഷനിൽ ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ പെട്ടെന്ന് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ നല്ലവണ്ണം പിന്നെ ബിസിനസ് ചെയ്ത് ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഇതൊരു അനദർ ഏരിയ ആണ്. ഇനി ഒരു ഇൻഡസ്ട്രീസ് വൈസ് പറയുകയാണെങ്കിൽ ഒരു 9 ഇൻഡസ്ട്രീസ് ആർ ഇൻ ഹൈ ഡിമാൻഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് സിനാരിയോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു ടെക്നോളജി, ഫാർമസി, ഫിനാൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, അതുപോലെ തന്നെ റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ഗ്രോസറി, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, ദെൻ എഡ്യൂക്കേഷൻ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിലൊന്നും കൺവെൻഷണൽ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്ക് സ്റ്റൈൽ കൊണ്ട് നിങ്ങൾക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന എല്ലാ ഏരിയയിലും നിങ്ങൾ ഇതിനെ ടെക്നോളജി എംബഡ് എത്ര നിങ്ങൾ ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ ഈ ജോബിൽ സക്സസ്ഫുൾ ആയിരിക്കും. അതല്ല, നിങ്ങൾ എത്ര അതിൽ ലെസിയാണോ അത് അത്ര നിങ്ങൾ ഈ മാർക്കറ്റിൽ ഇൻകോമ്പീറ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ കോളേജിൽ കോവിഡ് വന്ന സമയത്ത് പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ഇൻ ഖത്തറാണ് കോളേജ് ഓഫ് നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞാൽ. അപ്പോ ഒരു ക്വിക്ക് സ്ട്രാറ്റജി, ഒരു ഇമ്മീഡിയറ്റ് സ്ട്രാറ്റജി വാസ് തോട്ട് ഓഫ്, മീൻസ് ഡെലിവറിങ് കോഴ്സസ് ഓൺലൈൻ. എല്ലാവരും രാവിലെ വന്ന് ക്ലാസ്സിലിരുന്ന് കഫ്റ്റീരിയ പോയി ചായ കുടിച്ച് ക്ലാസ്സിലേക്ക് വീണ്ടും പോയി തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ പിറ്റേ ദിവസം മുതൽ വരാൻ പറ്റുന്നില്ല. പക്ഷെ സെയിം ഈസ് ദ കേസ് വിത്ത് ദ ടീച്ചേഴ്സ്. അപ്പോൾ അവർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലിരുന്നാലും മതി, ടീച്ചേഴ്സിനോട് നിങ്ങൾ വീട്ടിലിരുന്നാലും മതി. പക്ഷെ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം, വെരി കോമ്പീറ്റന്റ് ടീം, അവരെന്ത് ചെയ്തു, അവർ വിത്തിൻ എ വീക്ക് ലൈക്ക് ടൈം ദേ കുഡ് റീസ്റ്റാർട്ട് ദിസ് ടീച്ചിങ് ത്രൂ ടെക്നോളജി. ഇപ്പൊ എവരിബഡി ഈസ് സ്റ്റഡിങ്. വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളൊക്കെ കേരളത്തിൽ ഇപ്പൊ ആയി. ഞാൻ പറയുന്നത് അത് വളരെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടാകുമ്പോഴാണ്. അതുപോലെ തന്നെ അതൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഓർഗനൈസേഷൻ ലെവൽ പറയുമ്പോൾ, രണ്ടാമത്തത് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ഫാക്കൽറ്റീസും അതുപോലെ തന്നെ ടെക്നോളജിക്കലി കേപ്പബിൾ ആയിട്ടുള്ള സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ ഈ ലേണിംഗ് ഇസ് നോട്ട് ഗോയിങ് ടു ബി സക്സസ്ഫുൾ. അപ്പോൾ അത് ഹെൽത്ത് കെയറിലാവട്ടെ, മറ്റീ പറയുന്ന ഏത് ഇൻഡസ്ട്രിയിലാവട്ടെ, ഇറ്റ്സ് ഗോയിങ് ടു ബി ടെക്നോളജി ഇൻഡ്യൂസ്ഡ് ഇതാണ് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു ഏരിയ ആണോ നമ്മുടെ ജോബിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, ആ ഏരിയയില് വാട്ട് സോർട്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് പോസിബിൾ എന്ന് പഠിക്കുകയും അത് നമ്മൾ നേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയില് നമുക്ക്. അതർവൈസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഈ എക്കണോമിക് റിസഷൻ, ഈ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കാലമായി സ്വാഭാവികമായി വരുന്ന സംഗതിയായിരുന്നു. ഇത് പ്രായം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ സെക്ടർ നോക്കിയിട്ട് കാര്യമില്ല, അതിൽ നിങ്ങൾ മാറിയേ തീരൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സിനാരിയോ. ഇനി ഇത് വേറൊരു അനാലിസിസ് ആണ്. എന്ന് വെച്ചാല് 3D പ്രിന്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, data science, drone technology, FMCG and supply chain, healthcare administration, information technology, information security, cyber security, Internet of Things, IoT, marketing and sales jobs, physiotherapists, robotics, software, bioinformatics, business analytics, cyber security, e-learning, web development, business analyst. So ഇതൊക്കെ നിങ്ങൾ നോക്കി ഇതിൽ ഓൾമോസ്റ്റ് ഒരു 90% ടെക്നോളജി ഉള്ള സാധനങ്ങൾ അതിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇസ് ഗോയിങ് ടു ബി ഹൈ ഡിമാൻഡ് ജോബ്സ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ അതില് നമ്മള് ഇതിലൊക്കെ നമ്മളും നമ്മളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മളെ മക്കളെ എല്ലാവരെയും ഈ രീതിയിലാണ് ഇനി ഉള്ള ഒരു ഇത് വരാൻ പോകുന്നത്. മറ്റൊരു സെക്ടറിൽ നോക്കി കഴിഞ്ഞാൽ കാണുന്നത് കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ഈ ഒരു രീതിയിലുള്ള ജോബ്സ് ആണ് ഇനി സസ്റ്റെയിൻ ചെയ്യുന്ന ജോബ്സ്. പക്ഷെ ഈ ജോബ്സിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊക്കെ ഇപ്പൊ കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും അവർക്ക് AI, അതുപോലെ തന്നെ ബിസിനസ് ഇന്റലിജൻസ്, അതുപോലത്തെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ, അനാലിറ്റിക്സ്, കൂടുതൽ ഹ്യൂമൻ റിലേഷൻ സ്കിൽസ്,
ഇത്തരം കാര്യങ്ങൾ ഇതിനോട് കൂടി എംബഡ് ചെയ്തുകൊണ്ട് ആ ജോബ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇത് ലിങ്ക്ഡിൻ എക്കണോമിക്സ് ഗ്രാഫിന്റെ സ്റ്റഡിയിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, ഇന്ത്യയിലെ ഈ പറയുന്ന മേൽപ്പറഞ്ഞ ജോലികളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ഈ 3 മെയിൻ സിറ്റീസിലാണ് എന്നാണ് പറയുന്നത്. ബാംഗ്ലൂർ, ന്യൂഡൽഹി, ഹൈദരാബാദ്. ടെക്നോളജി റിലേറ്റഡ് ജോബ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 3 cities നമ്മൾ എടുക്കുകയാണെങ്കിൽ ദീസ് ആർ ദ സിറ്റീസ്. ഇനി സൗദി അറേബ്യ, ലിങ്ക്ഡിന്റെ ഒരു സ്റ്റഡിന്റെ ഭാഗമായിട്ട് വന്നതാണ്. 2020 ഏപ്രിലിന്റെ സ്റ്റഡിയാണ് ഇത്. കഴിഞ്ഞ മാസത്തിന് മുന്നേ 2 മാസം മുന്നത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി. ഇതിൽ പറയുന്നത് സൗദി അറേബ്യയിൽ ടോപ്പ് ട്രെൻഡിങ് ജോബ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടന്റ്, പ്രൊജക്ട് മാനേജർ, സെയിൽസ് മാനേജർ, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഫാർമസിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ആർക്കിടെക്ചേഴ്സ്. ഇപ്പൊ അവിടെ ഹ്യൂജ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ പെട്ടെന്നാണ് ഈ കോവിഡ് വന്നത്. അതുകൊണ്ടാണ് അത് ആ ഒരു ജോബ് സിനാരിയോ അവിടെ ഉള്ളത്. GCCയിൽ 2 രാജ്യങ്ങളുടെ ഒരു ഇതാണ്, എന്താ പറയാ, ഡാറ്റയാണ് എൻ്റെ കയ്യിലുള്ളത്. മറ്റൊന്നുള്ളത് UAE ആണ്. UAEയിൽ ഉള്ള ടോപ്പ് ട്രെൻഡിങ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ്, അതുപോലെ തന്നെ നഴ്സ്, ബിസിനസ് ഡെവലപ്മെന്റ്, അക്കൗണ്ടന്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, പ്രോജക്ട് മാനേജേഴ്സ്, ജനറൽ മാനേജേഴ്സ്. ഇതാണ് അവിടുത്തെ ടോപ്പ് ട്രെൻഡിങ് ജോബ്സ് അക്കോർഡിംഗ് ടു ലിങ്ക്ഡിൻ. ഇനി വേറെ ഒരു സെർച്ച് എഞ്ചിനിലോ അല്ലെങ്കിൽ വേറെ ജോബ് സെർച്ച് നോക്കറി ഗൾഫ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിഫറെന്റ് ആയിരിക്കും. ഇതൊരു ഒരു എവർഗ്രീൻ ഫാക്ട് ആണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു ട്രെൻഡാണ്, അറ്റ്ലീസ്റ്റ് ലിങ്ക്ഡിനുള്ള ഒരു ട്രെൻഡാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഓടുകൂടി തന്നെ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ UAE തന്നെയുള്ള വേറെ ഒരു സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് സെയിൽസ്, നഴ്സ്, അക്കൗണ്ടന്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ജനറൽ മാനേജർ, അക്കൗണ്ടൻസ്, സെയിൽസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രൊജക്ട് പ്ലാനിംഗ്, ടീം ലീഡർഷിപ്പ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ബേസിക് ലൈഫ് സപ്പോർട്ട്, ദാറ്റ് ഈസ് HSC, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഡേറ്റ കണ്ടപ്പോൾ അതിൽ മനസ്സിലായ സംഗതി, there are a lot of people who are from accounting and finance background. BCom graduates ആണ് ഒരുപാട് ആളുകൾ ഞാൻ കണ്ടത്. അവരുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതിന്റെ ടുവേർഡ്സ് എൻഡ് ഓർ സംവെയർ ആഫ്റ്റർ നമുക്ക് പറയാം എന്തൊക്കെ അവർ ചെയ്യണം എന്നുള്ള വിഷയങ്ങൾ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരിക്കലും ഒരു ലേണിങ്ങിനെ നിങ്ങൾ ഒരു ചെറിയ ഒരു ഇതായി കാണരുത്. ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ഒരു വലിയ ഒരു സ്ലോഗനായിട്ട് നിങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൺസ് യു ഡിഡ് യുവർ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് യു ഫിനിഷ്ഡ്, യു കംപ്ലീറ്റഡ്, ദെൻ ദർ ഇസ് നത്തിങ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ അടുത്ത് ഇവിടുത്തെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയിൽ നിന്ന് 20 വർഷം പിന്നെ HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത്, HR ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് ഓർക്കാമായിരുന്നു. 20 വർഷം ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത, ഒരു HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത, ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത ഒരു സുഹൃത്തിന്റെ CV ഒന്ന് പിന്നെ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ട ആ സ്ഥാപനത്തില്. അപ്പോ ആ ജോലി നഷ്ടപ്പെട്ടപ്പോ അത് പിന്നെ അദ്ദേഹത്തിന് പുതിയ ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ CV പിന്നെ ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് അയച്ചു തന്നപ്പോ ഞാൻ ആ CV ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഞെട്ടിപ്പോയി, തരിച്ചുപോയി എന്ന് പറഞ്ഞാല്. കാരണം 20 വർഷം ഒരേ പോസ്റ്റിൽ ഇരുന്നിരിക്കുകയാണ് അദ്ദേഹം. ആ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് പോലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഒരു ഫ്യൂച്ചറിൽ നാളെ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാമായിരുന്നു. അല്ല അദ്ദേഹത്തിന് തന്നെ ഒരു പക്ഷേ ആ സ്ഥാപനത്തിൽ തന്നെ പലതും കൊണ്ടുവരാമായിരുന്നു. ഒരു ട്രെയിനിങ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല കഴിഞ്ഞ 20 കൊല്ലമായി. കാരണം ഹി വാസ് വെരി കംഫർട്ടബിൾ, ഹി വാസ് ഗെറ്റിംഗ് എ വെരി ഹാൻസം സാലറി. അപ്പൊ അതുകൊണ്ട് ഹി വാസ് വെരി വെരി പീസ്ഫുൾ. 20 കൊല്ലം ഒന്നും ആലോചിച്ചില്ല. പക്ഷെ ആഫ്റ്റർ 20 years വെൻ മുപ്പര് CV എടുത്ത് പൊടിച്ചെടുത്ത് നോക്കുമ്പോ ദിസ് ഇസ് ഗുഡ് ഫോർ നത്തിങ്. അപ്പൊ ആ വളരെ ചെറുപ്പക്കാരൻ, 20 കൊല്ലമാണെങ്കിൽ പോലും അദ്ദേഹം എന്നെക്കാൾ ചെറുപ്പമാണ്. എന്ന് വെച്ചാല് വളരെ ചെറുപ്പത്തിൽ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വന്ന ആളാണ്. പക്ഷേ
ഇതാണ് സിനാരിയോ. ഞാൻ പറയുന്നത് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളത് നിങ്ങളുടെ ഒരു മുദ്രാവാക്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഞാനിപ്പോ ഫോർ ദ ടൈം ബീങ് ഐ ആം ഡൂയിങ് 3 കോഴ്സസ് ഫ്രം സ്വയം പ്ലാറ്റ്ഫോം. അറിയുന്ന ആളുകൾ ഉണ്ടാവും ഈ ഗ്രൂപ്പിൽ എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്വയത്തിൽ നിന്ന് ഞാൻ 2 കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് മോർ ദാൻ 1 കോഴ്സ് ഐ ആം ഡൂയിങ് നൗ. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ലേണിംഗ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് ഈസ് ഷുഡ് ബി യുവർ മുദ്രാവാക്യം. ഓക്കെ, ലേണിങ്ങിനെ കുറിച്ച് ആദ്യം പറയാം. ലേണിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഈ വിഷയങ്ങളാണ്. ഇതില് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉള്ള വളരെ വ്യാപകമായുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഞാൻ അതിൽ ഉപയോഗിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ ജനറൽ സയൻസ് കോഴ്സസ് ആർ എവർഗ്രീൻ കോഴ്സസ്, അത് നോ ഡൗട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ്, സോഷ്യൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇങ്ങനത്തെ ഒരുപാട് സബ്ജക്ട്സുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ആർട്സ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ്, അതർ ലാംഗ്വേജസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ there are very good opportunities. നല്ല എവർഗ്രീൻ ആൻഡ് എവർ എൻഡിങ് ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ കാരണം അതിൽ മാത്രമായി സ്പെസിഫിക് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതല്ല ശരിക്കും കാരണം. മറിച്ച് ഇത് ഒരു 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 മരത്തിന്റെ കാണ്ഡം പോലെയാണ്. ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് പലയിടത്തേക്കും പോകാൻ പറ്റും. ഉദാഹരണമായിട്ട് BA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരാൾക്ക് MBAക്ക് പോകാം, അതുപോലെ തന്നെ ജേർണലിസ്റ്റിലേക്ക് പോകാം, ടീച്ചിങ്ങിലേക്ക് പോകാം. അതേ സ്ട്രക്ചർ തന്നെ പോകാം BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആൾക്കും, ഒരു BA വേറെ ഹിസ്റ്ററിയോ ഒരു എക്കണോമിക്സ് പഠിച്ച ആൾക്കും പോകാം. ഇത് എന്ന് വെച്ചാല് അപ്പോ നിങ്ങൾ ഡിഗ്രി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ PGയും നിങ്ങളുടെ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും എപ്പോഴും നിങ്ങൾ ഇത് വേണം. പക്ഷെ അതിന്റെ ഫൗണ്ടേഷണൽ കോഴ്സുകളാണ് എപ്പോഴും ഡിഗ്രിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ പല കുട്ടികളിലും ബയോടെക്നോളജി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോടെക്നോളജി ഇല്ലാത്ത അതുപോലത്തെ വേറെ സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ കോഴ്സുകൾ ഡിഗ്രി ലെവലിൽ തിരഞ്ഞെടുക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ദാറ്റ്സ് എ റോങ് ഡിസിഷൻ. അതിന് യഥാർത്ഥത്തില് ഞാൻ അതിന്റെ ഒരു ഉള്ളറ പറയാം. എന്താന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ഫിനാൻസ് കോഴ്സുകളും സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങൾ വന്ന സമയത്താണ് ഈ ബയോ കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോടെക്നോളജിയും അതുപോലെ തന്നെ അങ്ങനത്തെ കോഴ്സുകളൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ഡിഗ്രി ലെവലിലും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു പ്രൊഫഷൻ ചെയ്യണമെങ്കിൽ he should have masters. അതാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മാസ്റ്ററി ഉണ്ടാവുമ്പോഴാണ് മാസ്റ്റേഴ്സ് എന്ന് പറയാം. അത് മാസ്റ്റേഴ്സ് ചെയ്താലും കിട്ടുക. അതിന് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഒരു PG ലെവലിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫൗണ്ടേഷണൽ കോഴ്സുകളാണ് പിന്നെ ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പഠിക്കേണ്ട ഒരാൾ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ടതില്ല. അദ്ദേഹം പഠിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പഠിക്കേണ്ടത് കെമിസ്ട്രിയാണ് ശരിക്കും പഠിക്കേണ്ടത്. ഡിഗ്രി ലെവൽ കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്. എന്നിട്ട് അപ്പൊ when you study 3 years degree, you will get an idea what sort of chemistry should I go for my post graduation. അപ്പൊ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണോ, ഓർഗാനിക് കെമിസ്ട്രി ആണോ, ഇനോർഗാനിക് കെമിസ്ട്രി ആണോ, ഫിസിക്കൽ കെമിസ്ട്രി ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം കടന്നു വരും. പിന്നീട് നിങ്ങളുടെ ഒരു ഫോക്കസിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു അണ്ടർ ഗ്രാജുവേഷനിൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പരിധിയിലപ്പുറം നിങ്ങളുടെ ക്യാഷ് ചെലവാക്കാൻ, അതുപോലെ തന്നെ പാരന്റ്സിനെ പിന്നെ ക്യാഷ് ചെലവഴിപ്പിക്കാനുള്ള ഒരു മാർഗം എന്നതിലപ്പുറം അതിന് ആ അർത്ഥത്തിൽ വലിയ റിലവൻസ് ഇല്ല എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇഫ് യു ഹാവ് സം ഡിസ്പ്യൂട്ട് ടു ഡിസ്കസ്, നമുക്ക് ഇതിന്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഷോർട്ട് കോഴ്സുകൾ ചെയ്തുകൊണ്ട്, ഉദാഹരണമായിട്ട് ഒരു ഡാറ്റാ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് മാത്രം ചെയ്യുക, വേറൊന്നും ചെയ്യാതെ 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു ഒരു ഡാറ്റാ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞു, ഒരു TP ഓപ്പറേഷൻ കോഴ്സ്, അങ്ങനെ ചെയ്യരുത്. ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഡിഗ്രി കോഴ്സ്, നിങ്ങൾക്ക് നല്ല ഒരു ഫൗണ്ടേഷൻ കിട്ടുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങളുടെ ഫർദർ മൂവ്മെന്റിൽ, കരിയർ മൂവ്മെന്റിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡിഗ്രി
കോഴ്സ് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യണം. ഞാൻ ഈ പറയുന്നത് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ പോലത്തെ അല്ലെങ്കിൽ ഡിപ്ലോമ പോളിടെക്നിക്കിലേക്ക് പോകുന്ന അങ്ങനത്തെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ചിട്ടല്ല കേട്ടോ. ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ, ITC, ITI അതൊക്കെ വേറെ തന്നെയാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീമിൽ പോകുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ഡിഗ്രി ലെവലിൽ തിരഞ്ഞെടുക്കുന്നതിന് പകരം എപ്പോഴും പിന്നെ ഫൗണ്ടേഷണൽ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഞാൻ പറയാം, ഇപ്പൊ ഈ ഒന്നുമില്ല, പല ആളുകൾക്കും ഒരു ധാരണയില്ല ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചാൻസുകളാണ്. കേരളത്തില് ഇന്ന് +2 ഇല്ലാത്ത സ്കൂളുകൾ വളരെ കുറവല്ലേ? +2 പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ് ഒന്നും പഠിപ്പിക്കാത്ത സ്കൂളുകൾ ഏതാ ഉള്ളത്? അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ +2 ടീച്ചർ ആകാനെങ്കിലുമുള്ള ഒരുപാട് കോഴ്സുകൾ കേരളത്തിൽ, കേരളത്തിലെ +2 പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ സ്പെഷ്യലൈസേഷൻ ലിസ്റ്റ് മാത്രം എടുത്താൽ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും വാട്ട് സോർട്ട് ഓഫ് കോഴ്സസ് ഐ ഷുഡ് ഡു ഇൻ മൈ ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഫണ്ടമെന്റൽ കോഴ്സുകൾ മാത്രം പോകാൻ പാടില്ല. പൊളിറ്റിക്കൽ സയൻസിലെ ഡിഗ്രി എടുത്തു, പൊളിറ്റിക്കൽ സയൻസിൽ MA എടുത്തു, പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്തു, അങ്ങനെ പോരാ. അതിന്റെ കൂടെ നിങ്ങൾ പലതും ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞല്ലോ, ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഇല്ലാതെ, എംബഡ്മെന്റ് ഇല്ലാതെ അവർക്ക് ടീച്ചിങ് പോലും അസാധ്യമാവുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അസാധ്യമായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സുകൾ മാത്രം ചെയ്താൽ പോരാ, എപ്പോഴും ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ലിസ്റ്റ് ഓഫ് കോഴ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മൾ പല ആളുകൾക്കുമുള്ള ഒരു ഇതാണ്, ഇവിടെ അങ്ങോട്ട് ഇപ്പൊ പോകേണ്ട, യാത്ര ചെയ്യുന്ന, മാറി താമസിക്കണ്ടേ. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ സ്റ്റഡീഡ് മൈ പ്രീ ഡിഗ്രി ഇൻ PS Pharmacology. ഇപ്പൊ ഞാൻ തിരുവങ്ങാടി, then I did my degree in Panani MES, then I did my masters from Aligarh Muslim University, then I went to Gulf countries for my job. ഇതിനേക്കാൾ വെർസറ്റൈൽ ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പിന്നെ എഡ്യൂക്കേഷൻ പാത്തിൽ ഒരുപാട് ആൾക്കാർ ഈ സദസ്സിൽ ഉണ്ടാവും. ഞാൻ പറയുന്നത് അതിനൊന്നും ഒരു പിന്നെ നമ്മളൊരു മടി കാണിക്കുന്ന ഒരു അവസ്ഥ ഒരു കാലഘട്ടത്തിൽ ആവരുത് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ വി വിൽ ഗോ ഫാർ ബിഹൈൻഡ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ, പഠിക്കുന്ന സമയത്ത് തന്നെ 1 or 2 hours അറ്റ്ലീസ്റ്റ് പെർ ഡേ ഒരു എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് പാർട്ട് ടൈം ജോബ് എവിടെയെങ്കിലും, എനി സോർട്ട് ഓഫ് ജോബ്, അത് ഒരു ഹോട്ടലിലെ ഒരു പിന്നെ ക്ലീനറോ, അല്ലെങ്കിൽ ഒരു കുക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിലെ അസിസ്റ്റന്റോ, വൈറ്റ് കോളർ ബ്ലൂ കോളർ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. എനി സോർട്ട് ഓഫ് ജോബ് ദാറ്റ് ക്യാൻ ഗെറ്റ് യു സം മണി and that is decent and that is social sanction ഉള്ള ജോലികൾ, ജോലി, എനി സോർട്ട് ഓഫ് ജോലി, അറ്റ്ലീസ്റ്റ് PG ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ നല്ലല്ലോ, ഒരുപാടൊന്നും യഥാർത്ഥ സമയം നമ്മൾ പഠിക്കാനും ചിലവഴിക്കുന്നില്ല, വളരെ കുറഞ്ഞ സമയം ചിലവഴിക്കുന്നുള്ളൂ പഠിക്കാൻ. ബാക്കിയുള്ള സമയം ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം ശരിക്കും വേണ്ടത്. അപ്പോൾ ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ച് പറയാം. ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3 ടെക്നിക്കൽ ടേംസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു മിനിറ്റ്, any specific comments there? What about Islamic finance? Okay, I'll come there. Okay, use Malayalam or English. അത് ഒരു പ്രയാസമുള്ള സംഗതിയാണ്. നമുക്ക് രണ്ടും തന്നെ ഇങ്ങനെ പോകാനേ കഴിയുള്ളൂ. പിന്നെ വേറെന്താ ഉള്ളത്? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടുവേർഡ്സ് എൻഡ് ഓഫ് ദിസ് സെഷൻ ചെയ്യാം കേട്ടോ. നോക്കട്ടെ. അപ്പൊ അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, മൾട്ടി സ്കില്ലിംഗ്. അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവരായിരിക്കും. അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെയിം റോളിൽ ആണുള്ളത്, പക്ഷെ ഒരു പുതിയ സ്കില്ല് ഇല്ലാതെ നിങ്ങൾക്ക് ഇനി നിലവിലുള്ള ജോലി ചെയ്യാൻ കഴിയില്ല. ആ രീതിയിലുള്ള സംഗതി വരുമ്പോൾ അത് കണ്ട് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പണിയെടുക്കണം. അതിനാണ് നമ്മൾ അപ്സ്കില്ലിംഗ് എന്ന് പറയാം. അപ്പൊ സാധാരണ രീതിയിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, IT ഡിപ്പാർട്ട്മെന്റ് പോലത്തെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ സ്റ്റാഫിന് അവർ പറഞ്ഞയച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അപ്സ്കിൽ ചെയ്യും. പക്ഷെ അതിന് നിൽക്കാതെ അത് കണ്ടെത്തി ഇന്ന് ഒരു സ്കോപ്പ് ഈസ് ഗോയിങ് ടു കം ഇൻ മൈ ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ അതില് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി കിട്ടും എന്ന് നിങ്ങൾക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ യു ആർ റീഫ്രഷിങ് യുവർ സെൽഫ്
ആൻഡ് യു ആർ റിഫൈനിങ് യുവർ സെൽഫ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ജോലി, ആ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്കായിരിക്കും ആ ജോലി കിട്ടുക. അതുപോലെ തന്നെ റീസ്കില്ലിങ്. ചില ജോലികൾക്ക് നമുക്ക് വീണ്ടും നിങ്ങൾക്ക് സ്കില്ല്, ഈ ഒരു സ്കില്ല് മറന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്ന സ്കില്ല് പഠിക്കേണ്ടി വരും. അതിനെ നമ്മൾ റീസ്കില്ലിംഗ് എന്ന് പറയും. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി പെട്ടെന്ന് വന്ന് ഒരു വിധം പോയി കഴിഞ്ഞ ഒരു സംഗതി, അവിടെ ബ്ലോക്ക് ചെയിൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസിന്റെ ഓപ്പറേഷൻസിനെ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് എന്താ ചെയ്യേണ്ടത്? ബ്ലോക്ക് ചെയിനിലേക്ക് വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി വിൽ ബി അറ്റ് റിസ്ക്. മൾട്ടി സ്കില്ലിംഗ്, ഇതാണ് ഈ ഗ്രാജുവേറ്റ്സ്, ഫ്രഷ് ഗ്രാജുവേറ്റ്സ് അല്ലാത്ത നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസിനാണ് അപ് സ്കില്ലിംഗ് റീസ്കില്ലിംഗ് ചെയ്യേണ്ടത്. മൾട്ടി സ്കില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ, അറ്റ്ലീസ്റ്റ് ടു. ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പറയാം, ഐ ആം എ സ്ട്രാറ്റജിക് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ്. അറ്റ് ദ സെയിം ടൈം ഐ ആം ഓൾസോ എ പ്രൊഫഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്പെഷ്യലിസ്റ്റ്. അക്കാഡമിക് ക്വാളിറ്റി അഷുറൻസിലും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലും ഒരേപോലെ സ്പെസിഫിക്കലി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലത്തെ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മോർ ദാൻ വൺ ഏരിയ എപ്പോഴും. ഇപ്പോൾ ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, അത് നമുക്ക് വിജയിക്കും. അപ്പോ അതില് മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ മൊത്തം സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, വി ആർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് നൺ. നമുക്ക് എല്ലാം കുറേശ്ശെ അറിയാം, പക്ഷെ പലതും നമുക്ക് ആഴത്തിൽ അറിയില്ല. അങ്ങനെ പാടില്ല. എല്ലാം കുറേശ്ശെ അറിയുക എന്നുള്ളത് ഒരു തെറ്റായ സംഗതിയല്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് ആഴത്തിൽ അറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് റോങ്. അത് പാടില്ല. അപ്പൊ നമ്മളൊരു ജോബ് മാർക്കറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? നമുക്ക് വി ഷുഡ് ബി മാസ്റ്റർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ. ഇനി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഉള്ളത്. പല ആളുകൾക്കും അറിയുന്നതായിരിക്കും, പക്ഷെ പലപ്പോഴും മടിച്ചിട്ട് ചെയ്യുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. സ്വയം ഒരു ഗവൺമെന്റിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമാണ് swayam.gov.in. സെൽഫ് ലേണിംഗ് ആണ് അതിന്റെ ഇത്. അതുപോലെ തന്നെ കോഴ്സിറ ഇസ് ഇന്റർനാഷണൽ, ഒഡ്യൂമി ഇസ് ഇന്റർനാഷണൽ, എഡെക്സ് ഇസ് ഇന്റർനാഷണൽ, ലിങ്ക്ഡിൻ ലേണിംഗ് ആണ്, ലിങ്ക്ഡിൻ ലേണിംഗ് അതും ഇന്റർനാഷണൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയത്തിന്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഐ തിങ്ക് യു ഹാവ് നമ്പർ ഓഫ് കോഴ്സസ്. ഐ ക്യാൻ ഷെയർ ദിസ് സ്ലൈഡ്സ് ടു യു ലേറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏത് ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ള പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന നമ്പർ ഓഫ് കോഴ്സസ് സ്വയത്തിലുണ്ട്. ഈ സ്വയത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ സ്വയത്തിന് കോഴ്സ് ചെയ്തിട്ടുണ്ട്, ലിങ്ക്ഡിൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഉഡെമിയിൽ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കി സംഗതിച്ചാൽ സ്വയത്തിന്റെ അത്ര ഭംഗിയില് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ കോഴ്സ് നടത്തുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എനിക്കറിയില്ല. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, സ്വയത്തില് ഒന്ന് അവർ IIT IIMs ആണ് ഓൾമോസ്റ്റ് ആ കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് അതിന്റെ പ്രോഗ്രാംസിലുണ്ട്. അവർ ചെയ്യുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിസ്റ്റമാറ്റിക്കലി ഇന്ന വീക്കിൽ ഇന്ന അസൈൻമെന്റ്, ഇന്ന വീക്കിൽ ഇന്ന ക്ലാസ് നിങ്ങൾ കേൾക്കണം, വീഡിയോ കാണണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ ഈ പരിപാടിയുടെ തിരക്കിൽ ഇന്നലെ രാത്രി 11:59 മുന്നേ I was supposed to submit one assignment and I did that one in സ്വയം. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് രീതിയാണ് സ്വയത്തിന്റെ ഉള്ളത്. സ്വയത്തിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, സ്വയം ഈസ് എ ഫ്രീ കോഴ്സ്. എല്ലാ കോഴ്സുകളും ഫ്രീ ആണ്, until and unless you want to get a certificate. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കണം ആ ഒരു കോഴ്സിൽ എന്നുണ്ടെങ്കിൽ, ടുവാർഡ്സ് ദ എൻഡ് അതെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം എല്ലാ കോഴ്സ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ കാണാം, നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം. നിങ്ങൾക്ക് IIT ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ IIM ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു ലീഡിങ് ഓർഗനൈസേഷന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1100 രൂപ എന്തോ ചെറിയൊരു എമൗണ്ട് ഫീസ് അടിച്ചിട്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതാം. ഇപ്പോൾ എക്സാം ശരിക്കും പറഞ്ഞാൽ ഒരു സെന്റർ ബേസ്ഡ് ഫിസിക്കൽ എക്സാം ആണ്. പക്ഷെ അവർക്ക് ഈ പ്രാവശ്യം ഒരു കോവിഡ് കാരണത്താൽ എനിക്ക് തോന്നുന്നത് അവര് പിന്നെ പ്രോമെട്രിക് മെത്തേഡിൽ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ എക്സാം എഴുതാൻ പറ്റുന്ന ഇതും ചെയ്തിട്ടുണ്ട്.
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇന്ത്യയിലുള്ള വലിയ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മളുടെ സ്കിൽസിനെ ബ്രഷപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കാര്യം വേറൊരു കാര്യം ഇതിനോട് കൂടെ പറയാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ എല്ലാ ജോലികളും അതിനോട് കൂടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അതിനോട് ഓരോന്നിനും ആവശ്യമായ ടെക്നോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പഠിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ജോലികൾ നേടാനോ നമുക്ക് അതിൽ സക്സസ് ആകാൻ കഴിയില്ല. കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഈ ബേസിക് സ്കിൽസ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓർഗനൈസിംഗ് ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ടീം വർക്ക് സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, agility means the skill to do things quickly, പെട്ടെന്ന് ചെയ്ത് തീർക്കുക, സക്സസ് ആയിട്ട് ചെയ്ത് തീർക്കുക, വിത്തൗട്ട് മിസ്റ്റേക്ക് ചെയ്ത് തീർക്കുക, അതിനാണ് അജിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സംഗതി ഇപ്പോഴത്തെ ഈ പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ ഏറ്റവും അധികം റിലവന്റ് ആയ സംഗതി. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ എല്ലാവരും വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മൾ റൂമിലിരുന്ന് ഓഫീസിൽ നിന്ന് കാണുന്നത് പോലെ നമ്മളോട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടോ, ചോദിക്കാനുണ്ടോ, പറയാനുണ്ടാവും. ഈ പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നമ്മൾ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ പോയാലല്ലോ ഓവർ ഫോൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓവർ സൂം കമ്മ്യൂണിക്കേഷൻ, ഓവർ ഗൂഗിൾ മീറ്റ് കമ്മ്യൂണിക്കേഷൻ സെപ്പറേറ്റ് ആണ്, ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും സെപ്പറേറ്റ് മൂഡിലായിരിക്കും ഉണ്ടാവും, വീട്ടിലെ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. അവിടെയൊക്കെ ഇതൊക്കെ ഇന്റർപ്ലേ ചെയ്യുന്ന ഒരു സിനാരിയോസിൽ നമ്മൾ സക്സസ്ഫുൾ എംപ്ലോയീസ് ആയി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ സ്കിൽസും കൂടി നമ്മൾ കൂടെ നമ്മുടെ അപ്പൊ ഹാർഡ് സ്കിൽസിന്റെ കൂടെ ഇതാണ് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ കയ്യുമ്മലും കാലിലും കാണുന്ന സ്കില്ലല്ല, നമ്മുടെ മെന്റൽ സ്കിൽസ് ആണ്, നമ്മളുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ്ലി ഈ പാൻഡമിക്സ് പോലത്തെ സംഗതികളിൽ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ഇനി ഞാൻ I'll take you through some add-on courses specifically with some specializations. ഉദാഹരണമായിട്ട് ബികോം അക്കൗണ്ടിങ്ങിൽ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മോസ്റ്റ്ലി നമ്മളുടെ UGCയുടെ ആഡ് ഓൺ കോഴ്സസ് അല്ലെങ്കിൽ അവർ വേറെ പേരാണ് പറയുന്നത്, അതിലുള്ള കോഴ്സസ് ആണ്. സർട്ടിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ അക്കൗണ്ടൻസി മാനേജ്മെന്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കേഷൻ, ബാങ്കിങ് സർട്ടിഫിക്കേഷൻ, ടാക്സേഷൻ, ലോജിസ്റ്റിക്സ്, GST, ടാലി, ഇതൊക്കെ നമ്മളെ നാഷണൽ ലെവലിലുള്ള സംഗതികളാണ്. ഇ കോമേഴ്സിൽ എനിക്കറിയാം, ഞങ്ങൾ ഇബ്രയിൽ ഒമാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇ കോമേഴ്സ് നമ്മൾ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കോളേജ് സ്റ്റോപ്പ് ചെയ്ത കോഴ്സ് ആയിരുന്നു. ഇപ്പോ വൺ ഓഫ് ദി ഹയസ്റ്റ് സ്കോപ്പ്ഫുൾ കോഴ്സാണ് ഇ കോമേഴ്സ് ഗോയിങ് ടു കം. അപ്പൊ ഇ കോമേഴ്സിൽ ഇതിലൊക്കെ ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻസ് ചെയ്യാം. 6 മാസത്തെ, 3 മാസത്തെ, അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ മാക്സിമം, അങ്ങനെയൊക്കെ ചെയ്യാം. ചെറുത് ചെയ്യാം, വലിയ ഇതെടുക്കരുത്. എന്നിട്ട് അതേ ഏരിയയിൽ തന്നെ വീണ്ടും റീസർട്ടിഫിക്കേഷൻസും ഡിഫറെന്റ് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും നോക്കാം. അതില് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇതിൽ ഞാൻ എഴുതാത്ത തന്നെ SCCA, CMA, CIMA, അതുപോലെ തന്നെ CPA, ഇങ്ങനത്തെ ഒരുപാട് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതൊക്കെ these things will enhance your job opportunities in the post-COVID market. നെബോഷ് IGs എന്ന് പറയുന്നത് 65,000 to 70,000 rupees വരെ ഫീ കൊടുക്കേണ്ട കോഴ്സാണ് IGs ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ്. ഇത് സേഫ്റ്റി കോഴ്സാണ്. പക്ഷെ ഒരൊറ്റ 5 days കോഴ്സാണത്. അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 65,000. അപ്പൊ നമ്മള് കുട്ടികൾ സാധാരണ 55,000 rupees കൊടുത്തിട്ട് ഒരാഴ്ചന്റെ കോഴ്സ് പഠിക്കണമായിരുന്നു. പക്ഷെ പഠിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് ജോബ് വിത്ത് ലൈക്ക് ഒരു 60,000 to 80,000 rupees ഒക്കെ ശമ്പളമുള്ള ജോലി ഗൾഫിലും ഒക്കെ കിട്ടും. പക്ഷെ അത് കണ്ടിട്ട് എല്ലാവരും കൂടി അതിന് പോകാൻ പാടില്ല. അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി നേരത്തെ കണ്ടുവച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഫുഡ് സേഫ്റ്റിയിലുണ്ട്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലുണ്ട്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞാൻ ഇവിടെ റെഡ് ഇടാൻ കാരണം ഇത് നിങ്ങൾക്ക് എല്ലാ അക്രോസ് ഓൾ സ്പെഷ്യലൈസേഷൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, കേരളത്തിൽ പ്രളയം, കോവിഡ്, അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു സ്കോപ്പ് ഇനിയുള്ള കാലത്ത് ലോകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അത് ഒരു നല്ലൊരു സംഗതിയാണ്. അല്ലെങ്കിൽ തന്നെ ഒരു സോഷ്യൽ സ്കില്ലും കൂടിയാണത്. നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് അയൽവാസികളെ സഹായിക്കാൻ പറ്റും, നിങ്ങൾ വീട്ടുകാരെ സഹായിക്കാൻ പറ്റും,
നാടിനെ സഹായിക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ മൊത്തത്തിൽ ഇതിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന BSc ചെയ്യുന്ന കുട്ടികൾക്കുള്ള കോഴ്സുകൾ, BBA ചെയ്യുന്നവർക്കുള്ള കോഴ്സുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ വലിയൊരു പ്രശ്നം, ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ അത് ഓവർകം ചെയ്ത് വരുന്നുണ്ട് പുതിയൊരു ഇംഗ്ലീഷ് മീഡിയം ആയിട്ടുള്ള സമയത്ത്. പക്ഷെ സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ IELTS കോച്ചിങ് നിർബന്ധമായും ചെയ്യണം. IELTS കോച്ചിങ് 2 ടൈപ്പ് ഓഫ് IELTS കോച്ചിങ് ഉണ്ട്. ഒന്ന് IELTS അക്കാഡമിക് ഉണ്ട്, IELTS ജനറൽ ഉണ്ട്. ജോലി ചെയ്യാൻ പുറത്തേക്ക് പോകുന്ന ആളുകൾ IELTS ജനറൽ ആണ് പഠിക്കേണ്ടത്, കോച്ചിങ്ങിന് പോകേണ്ടത്. പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന കുട്ടികൾ IELTS അക്കാഡമിക് ആണ് പഠിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു IELTS അക്കാഡമിക് ആണ് കുറച്ചും ടഫ് തോന്നുന്നുണ്ട്. IELTS general is easier. Those who want to go for overseas employments in Europe and UK and US. അതുപോലെ തന്നെ ഈ ലാസ്റ്റില് BBA ലാസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന ഇന്റേണൽ ഓഡിറ്റർ, ലീഡ് ഓഡിറ്റർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 20,000 30,000 രൂപീസിന്റെ കോഴ്സുകളാണ്. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 days 4 days കോഴ്സാണ്. പക്ഷെ ആ ജോലി അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ഓവർസീസ്, എസ്പെഷ്യലി ഓവർസീസിൽ നിങ്ങൾക്ക് നല്ല ജോലികൾ കിട്ടും. BA പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയ ചെറിയ ജേർണലിസ്റ്റ് ഡിപ്ലോമ ഒന്നും ചെയ്യേണ്ട, സർട്ടിഫിക്കറ്റ് ചെയ്താൽ മതി. ടൂറിസം മാനേജ്മെന്റിൽ ഒരു അവരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. ട്രാൻസ്ലേഷനിൽ ട്രൈ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഞാൻ ഇന്നൊരു ഇത് കണ്ടിരുന്നു, ഇവിടെ ആരോ ട്രാൻസ്ലേഷനിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നതായിട്ട്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ലാസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അഡ്വൈസ് തരാണ്, ജനറൽ ആയിട്ടുള്ള. ഹ്യൂമാനിറ്റീസും ജനറൽ സർവീസ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലെ സ്പെഷ്യലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഓഫ് ജോബ് സെർച്ച്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. ഇപ്പൊ ലിങ്ക്ഡിൻ പ്രൊഫൈലുള്ള എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പില്? ലിങ്ക്ഡിൻ പ്രൊഫൈലുള്ള എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതാൻ പറ്റുമോ എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ എന്നുള്ളത്? ലിങ്ക്ഡിൻ പ്രൊഫൈല് ഉള്ള ഐ ഹാവ്. ഓക്കെ, എല്ലാവരും ഉള്ളവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതി കാണട്ടെ എത്ര പേരുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുറെ ആൾക്കാർക്ക് ഉണ്ട്. നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ എപ്പോഴും എന്ത് ചെയ്യണം? വെരി ഗുഡ്, നല്ലൊരു നമ്പറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ നിങ്ങൾ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ലേണിംഗ് പിന്നെ ഓർഗനൈസേഷൻ ത്രൂ അല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലിങ്ക്ഡിൻ ലേണിംഗ് അതുപോലത്തെ ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തിട്ട് അത് ലിങ്ക്ഡിനിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ പ്രൊഫൈല് കാണുന്ന ആളുകൾക്ക് നിങ്ങൾ എപ്പോഴും പുതിയ പുതിയ കോഴ്സുകളിലേക്ക് പോയിട്ട് നിങ്ങൾ ഭയങ്കര റീഫ്രഷ് ചെയ്തുകൊണ്ട് ഡൈനാമിക് ആയ ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് നിങ്ങൾക്ക് അവർക്കും നിങ്ങൾക്കൊക്കെ സ്വയം മനസ്സിലാവും. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, പവർഫുൾ റെസ്യൂംസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20 കൊല്ലം വർക്ക് ചെയ്ത ഒരാളുടെ CV ഞാൻ കണ്ടിട്ട്, അപ്പൊ അത് ഒരു പ്രശ്നം തന്നെയാണ്. അത് എല്ലാവരോടും എനിക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കോവിഡുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. എന്ന് വെച്ചാൽ റെസ്യൂംസ്, നല്ല റെസ്യൂംസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അതിൽ യൂട്യൂബിൽ ഒരുപാട് അർത്ഥത്തിലുള്ള ഗൈഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതല്ലാത്ത ഗൈഡൻസ് ഉണ്ട്. ഇനി ഇത് ചെയ്യുന്ന വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, റഹബറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ വീഡിയോ CV എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചിട്ടുള്ള ധാരണ ഉള്ള എത്ര പേര് ഇതിലുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാൻ. വാട്ട് ഈസ് വീഡിയോ CV? അല്ലെങ്കിൽ വീഡിയോ CV ഉള്ള ആളുകളൊന്ന് പറഞ്ഞേ, ആർക്കൊക്കെ വീഡിയോ CV ഉണ്ട്? നിങ്ങൾ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വീഡിയോ CV ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, ഐ ഹാവ്. ഓക്കെ, 2 ആളുകൾ അല്ലേ? 3 ആളുകൾ അല്ല, നേരത്തെ വന്നതാണ്. 2 ആളുകളാ തോന്നുന്നുണ്ട്. വീഡിയോ CV എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? വീഡിയോ CV എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. യെസ്, ഐ നോ എന്ന് മാത്രം എഴുതിയാൽ മതി. ഐ നോ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഗുഡ്, ഗോ അഹെഡ്. ഒന്ന് കുറച്ചുകൂടി ആളുകൾ ഒന്ന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ CV. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ CV ഇപ്പോൾ ഇവിടുന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. വാട്ട് ഈസ് വീഡിയോ CV? ഹൗ ക്യാൻ വി ഡു ദാറ്റ്? ഓക്കെ, യെസ്, ഞാൻ വീഡിയോ CV ഒരു ആദ്യം ഒരു ഇത് കാണിക്കാം, എന്നിട്ട് അതിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞാൻ വീഡിയോ CV യുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു.
That's me, Marc Larouste, half English, half French, born and raised in Fond-de-France. But who cares, right? Well, give me a minute of your time, and I'll try and convince you why you should. I graduated from the University of Kent in the UK with a degree in Business and European Management Spanish. 3 days later, I joined APA Press Group, a media and advertising agency, where I worked across 5 continents, interviewing the movers and shakers of the world, and saw my country reports published in world-renowned newspapers. I then decided to start up my own company, providing an online tailoring service for men. So Mr. Taylor was born. As challenging as it was, I learned a hell of a lot. I eventually joined INSEAD, a leading business school managing programs and advising global leaders. But enough with the boring stuff. You're probably asking yourself, what are a few of my favorite things? Well, apart from sunsets and long walks to the beach, I also happen to enjoy working out, mixed martial arts, golfing, coaching, playing guitar, acting, photography and blogging, traveling, and socializing. So why should you pick me out of 7 billion people living on this planet? Well, as a strong communicator and negotiator who can build effective the toughest problems. I also happen to speak English, French, and Spanish, and been involved in some very exciting stuff over the last few years. This might sound a little Miss World, but I truly believe that I can bring a real and positive impact to your organization from day one. I'd love to join a creative agency where I could put my skills and experience to good use and apply my entrepreneurial principles to foster social transformation. If you'd like to find out more, get in touch, down on my CV, or simply laugh at my poor writing style, check out my website. Thank you. Writing's not that easy, but Grammarly can help. Okay, so this is where I would like to end my presentation.